അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അങ്ങനെ രണ്ടാമത്തെ പരിശ്രമം വെറും 2 ആഴ്ച കൊണ്ട് തന്നെ ആന്ധ്രയിൽ അതേ ബിസിനസ് മോഡൽ തമിഴ്നാട്ടിലും പരാജയപ്പെടുകയാണ്. EMI പെൻഡിങ് ആകുന്നു. സുഹൃത്തുക്കളുടെ ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ച പല പൈസകളും അവർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. യേശുവിനെ വിശ്വസിച്ച് ഇത് ചെയ്തു, അത് ചെയ്തു, ഇങ്ങനെ തുടങ്ങി, അങ്ങനെ തുടങ്ങി, പക്ഷെ പരാജയപ്പെട്ടു. ഹൃദയത്തിൽ വേദനയുണ്ട്. പക്ഷെ ഒരു കാര്യം ബൈബിൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ട്. അങ്ങനെ 3ാമത്തെ അറ്റംപ്റ്റ് നമ്മൾ ചെയ്യുകയാണ്. നമ്മളുടെ തുടക്കങ്ങൾ ചിലപ്പോൾ ആളുകൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവാം. അങ്ങനെ കർത്താവിനെ ആശ്രയിച്ച് ഇറങ്ങിയ ഫസ്റ്റ് അറ്റംപ്റ്റ് പരാജയപ്പെടുകയാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ ഇന്ന് ആളുകളെ കാണുമ്പോൾ അവരെന്നോട് പറയാറുണ്ട്, ഞങ്ങൾ യേശുവിനെ വിശ്വസിച്ച് ഇത് ചെയ്തു, അത് ചെയ്തു, ഇങ്ങനെ തുടങ്ങി, അങ്ങനെ തുടങ്ങി, പക്ഷെ പരാജയപ്പെട്ടു. ബ്രദറൊക്കെ കണ്ടില്ല എത്ര സക്സസ്ഫുള്ളായിട്ടാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. ഞാൻ അവരോട് പറയും, എൻ്റെ പൊന്ന് സഹോദര, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടേക്കുന്ന ചലഞ്ചസും നമ്മൾ കണ്ടിരിക്കുന്ന വെല്ലുവിളികളും പറഞ്ഞാൽ ബ്രദർ ബിസിനസ് തുടങ്ങത്തുപോലുമില്ല. ബൈബിൾ ഒരിക്കലും നമുക്ക് ചലഞ്ചസുകളില്ലെന്നോ അല്ലെങ്കിൽ എല്ലാം സ്മൂത്ത് ആണെന്നോ ഒന്നും പ്രോമിസ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ദൈവം അല്ലെങ്കിൽ ബൈബിൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ട്. നിൻ്റെ ബോട്ടിൽ ചിലപ്പോൾ തിരമാലയൊക്കെ അടിക്കും, പക്ഷെ ആ ബോട്ട് തകരത്തില്ല. നിൻ്റെ ബോട്ട് കറക്റ്റ് ചെല്ലേണ്ടടുത്ത് ചെന്നിരിക്കും, അതും ഏറ്റവും മഹത്വത്തോടെ. അപ്പോൾ ചലഞ്ചസുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി. ഹൃദയത്തിൽ വേദനയുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര ഫെയ്ത്താണ്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം, കർത്താവിനെ വിശ്വസിച്ചൊരു കാര്യം തുടങ്ങിയാൽ അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിച്ചൊരു കാര്യം സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ ഞാൻ പരാജയപ്പെടത്തില്ലെന്നുള്ള അടിയുറച്ച വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിലും അതെന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. കാരണം എന്നാണല്ലേ വിജയിക്കുമെന്നുള്ളൊരു അമിതമായ വിശ്വാസം യേശുവിലുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ ആന്ധ്രയിൽ ട്രൈ ചെയ്ത അതേ പരിപാടി, അപ്പം തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ നമുക്ക് ഓഫീസ് എടുക്കണം. ആ കഥയിലോട്ട് ഞാൻ പോയതിനു മുമ്പ് നമ്മൾ ഇതേ പരിപാടി ശരിക്കും എന്ത് ചെയ്യുകയാണ്, നമ്മൾ തമിഴ്നാട്ടിലെ കോളേജുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഒന്ന് പരീക്ഷിക്കുകയാണ്. അങ്ങനെ 2ാമത്തെ പരിശ്രമം ആന്ധ്രയിൽ ചെയ്തത് എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ചെയ്തുകൂടാ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് കുറേ എക്സ്ക്യൂസുകളൊക്കെ ആൾക്കാരോടൊക്കെ പറഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലെ സ്കൂളുകളിലേക്ക് ഈ സെയിം ബിസിനസ് മോഡലുമായിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ കേരളത്തിലുള്ള അധ്യാപകരാണ്, നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാം, നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാം, അധ്യാപകരെ ഞങ്ങളിവിടെ പ്ലേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് തമിഴ്നാട്ടിലും ഇത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്നില്ല. വെറും 2 ആഴ്ച കൊണ്ട് തന്നെ ഞങ്ങളുടെ ബിസിനസ് മോഡൽ തമിഴ്നാട്ടിലും, ഈ ആന്ധ്രയിൽ അതേ ബിസിനസ് മോഡൽ തമിഴ്നാട്ടിലും പരാജയപ്പെടുകയാണ്. അപ്പോഴേക്കും മാസം 4-5 കഴിഞ്ഞു. EMI അടയ്ക്കണം, ഒരു വരുമാനവും ഇല്ല. കാരണം കോളേജിൽ നിന്ന് 2 രൂപയായിട്ട് ഇറങ്ങുകയാണ്. EMI പെൻഡിങ് ആകുന്നു. സുഹൃത്തുക്കളുടെ ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ച പല പൈസകളും അവർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. റിലേറ്റീവ്സിൻ്റെ ഗോൾഡ് മേടിച്ച് പണയം വെച്ചിരിക്കുന്നത് തിരിച്ചു കൊടുക്കേണ്ട സമയമായി. പയ്യെ നമ്മളെ ചെറിയ ചലഞ്ചസുകൾ നമ്മളെ വേട്ടയാടാൻ തുടങ്ങി, അല്ലെങ്കിൽ പയ്യെ നമ്മൾ ചലഞ്ചസുകൾ ഫേസ് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം ഇതൊന്നും നമുക്ക് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നോർത്തിരിക്കുകയാണ്. നേരത്തെ എനിക്കൊന്ന് ഓഗസ്റ്റായി, ഇനി വേറെ ഒരു മാർഗവും ഇല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ 2 പരാജയമായി, എങ്കിലും ഭയങ്കര വിശ്വാസമാണ് ഇല്ല നമ്മൾ രക്ഷപ്പെടും എന്നുള്ളത്. അങ്ങനെ 3ാമത്തെ അറ്റംപ്റ്റ് നമ്മൾ ചെയ്യുകയാണ്. ഇതേ പരിപാടി, നമുക്കൊരു പുസ്തകം എഴുതാം. നമ്മൾ ഈ പഠിപ്പിക്കാൻ പോയതിന് പകരം നമുക്ക് കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം എഴുതി ആ പുസ്തകം കേരളത്തിലെ സ്കൂളുകളിൽ എന്തുകൊണ്ട് കൊണ്ടു നടന്ന് വിറ്റുകൂടാ എന്നുള്ള ചിന്തയിലേക്ക് വരികയാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പുസ്തകം എഴുതാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകം എഴുതാൻ തീരുമാനിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞത് ഒരു ഓഫീസ് വേണം. 5 പൈസ കയ്യില്ല. ഞാൻ ഓർക്കുന്നു അന്ന് നമ്മുടെ കൂടെയുള്ള സുഹൃത്തിൻ്റെ കുഞ്ഞിന് പാല് മേടിച്ച് കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഗോൾഡുകളൊക്കെ പ്ലെഡ്ജ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നാൽ ഫുഡ് കിട്ടും. അപ്പോൾ അത്ര വലിയ ചലഞ്ചാണ് ഫേസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കട്ടപ്പനയിൽ ഇങ്ങനെ ഓഫീസുകൾ തപ്പി നടക്കുകയാണ്. നമുക്ക് മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു 900-1000 രൂപയാണ്, അല്ലെങ്കിൽ 1500 രൂപ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാം. അപ്പോൾ ആ 1500 രൂപയ്ക്ക് എവിടെയാണ് കട്ടപ്പനയിൽ ഓഫീസ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ഓഫീസ് തപ്പി നടക്കുകയാണ്. ഞങ്ങൾക്ക് ഓഫീസ് കിട്ടുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ സുഹൃത്തിന് പഴയ സാൻഡ്രോ കാറുണ്ട്. അപ്പോൾ ആ കാറിനകത്ത് AC പോലും ഇടാതിരുന്നാണ് ബിസിനസ്സിനെ കുറിച്ച് ഡിസ്കഷനുകൾ. അപ്പോൾ ഞാനിതെല്ലാം പറയുന്നതിൻ്റെ കാരണം, നമ്മളുടെ തുടക്കങ്ങൾ ചിലപ്പോൾ ആളുകൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവാം. ചിലപ്പോൾ നമ്മൾ വലിയ സ്വപ്നങ്ങളിലേക്ക് ചുവടുകൾ വെക്കുമ്പോൾ, വലിയ സ്വപ്നങ്ങൾ മുമ്പിൽ കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചലഞ്ചസുകൾ കണ്ടേക്കാം.
അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസ്ഥകളിൽ കൂടെ കടന്നു പോയേക്കാം. അപ്പോൾ നിങ്ങളൊരു ക്രിസ്ത്യൻ ഓണ്ടർപ്രണർ ആണെങ്കിൽ, അല്ലെങ്കിൽ ആസ് എ ക്രിസ്ത്യൻ ഓണ്ടർപ്രണർ ഞാൻ നിങ്ങൾ പറയുന്നത് നെവർ ഗിവ് അപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ട് നീങ്ങുന്നു, അത് വരും നിശ്ചയം താമസിക്കത്തില്ല. അപ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഓർക്കണം, ഇത് വരും നിശ്ചയം, ഇത് വരും നിശ്ചയം. ഇപ്പം ചലഞ്ചസ് ഉണ്ടെങ്കിലും ഇത് വരും നിശ്ചയം. അപ്പോൾ നമ്മളിങ്ങനെ ഇത് വരും നിശ്ചയം എന്ന് പറഞ്ഞ് നമ്മൾ ഞാനീ പറഞ്ഞ പോലെ ഒരു ഓഫീസ് തപ്പി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഓഫീസിൻ്റെ കഥ വളരെ വളരെ പോപ്പുലറായിട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കഥയാണ്. ഞങ്ങളുടെ ഓഫീസും ആ ഓഫീസിനകത്ത് ഞങ്ങൾ ഫേസ് ചെയ്ത ചലഞ്ചസും അവിടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളും ഒക്കെ. അപ്പോൾ നമുക്കത് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഗോഡ് ബ്ലെസ്.